സൺഡേ പുറത്ത് പോയത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് അങ്ങ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മുടെ എവിടെയെങ്കിലും പോകുന്നെന്ന് പറയുന്ന ദിവസങ്ങളിൽ രണ്ടുപേർക്കും ഉറക്കവും കാണൂല, ഊണും കാണൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. എപ്പോഴും പുറത്ത് കൊണ്ടുപോകാത്തത് കൊണ്ടായിരിക്കും. ഇപ്പം നമ്മൾ രാവിലെ പോകണമെന്ന് പറഞ്ഞാൽ തലേ ദിവസമേ തുടങ്ങും, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഉച്ചക്കേ തുടങ്ങും കേട്ടോ. അമ്മ എപ്പോഴും പോകും അമ്മ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മയ്ക്ക് മാത്രം റെഡിയാവാൻ ഭയങ്കര സമയം എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിമാർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് അതിനകത്തോട്ട് കയറിയപ്പോൾ പിന്നെ പിടിച്ചാൽ കിട്ടില്ല രണ്ടുപേര്. തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. എന്തോ ഭയങ്കര ഒരു ആകാംക്ഷയാണ്. ആദ്യം ആ കാണുന്ന തീവണ്ടിയിൽ കയറണമെന്ന് പറഞ്ഞു. ഭയങ്കര വിലയുമാണ് കേട്ടോ ഈ കാണുന്ന സംഭവത്തിനെല്ലാം. പിന്നെ ചേട്ടൻ ഒരാൾ ഒരു കയ്യിൽ മറ്റേ ആൾ അപ്പുറത്തോട്ട് വലിക്കുകയാണ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് കയറിയപ്പോൾ താഴെ നോക്കിയപ്പോൾ ഹെലികോപ്റ്റർ കറങ്ങുന്നു, ബോള് വെള്ളത്തിൽ കിടക്കുന്നു. തനിക്കുട്ടിക്ക് ഏതെല്ലാം കാണണോ അതെല്ലാം കയറണം, കളിക്കണം എന്നൊക്കെയാണ് ഭയങ്കര ആഗ്രഹം. അടുത്ത് ചെല്ലുമ്പം പറയും വേണ്ട അച്ഛാ എനിക്കിത് പേടിയാവുന്നതെന്ന്. അപ്പോൾ ചേട്ടൻ ഇപ്പം തള്ളി എവിടെയോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ നമുക്ക് ആദ്യം ഗ്രോസറി ഒക്കെ വാങ്ങിയിട്ട് പതുക്കെ നമുക്ക് പോയി കളിക്കാമെന്ന് പറഞ്ഞിട്ട് എവിടെ കേൾക്കാൻ ഒരു വിധം സമ്മതിക്കില്ല. ദൂരെ നിന്ന് കണ്ടപ്പോൾ ആ ബോളിൽ കയറണം, വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ അടുത്ത് ചെന്നപ്പോൾ അതിലും വേണ്ട. ഹെലികോപ്റ്ററിൽ കയറണമെന്ന് പറഞ്ഞാൽ അടുത്ത് ചെന്ന് ചേട്ടൻ പൈസ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ പറയുന്നത് എനിക്ക് ഹെലികോപ്റ്ററും വേണ്ട, കുഞ്ഞു കുഞ്ഞു ബോട്ട്സൊക്കെ കിടക്കുന്ന നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ അതിൽ കിടന്ന് കളിക്കണമെന്ന്. പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒന്നിലേ കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പൈസയായിരുന്നേ. അപ്പോൾ നമ്മുടെ അതിൽ സൈഡിൽ കയറ്റി. അപ്പോൾ 1-2 പ്രാവശ്യം കളിക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഭയങ്കര മടുപ്പായിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇപ്പം ഇറങ്ങി വരുമെന്ന്. എവിടെ വരാൻ, ഒന്നിൽ കയറും, താഴെ ഇറങ്ങും, പിന്നെ അവിടെ നിന്ന് ജമ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട്, അതിൽ കയറി ചാടും, വീഴും, ഇങ്ങനെയൊക്കെ കുറേ നേരം. ഒരാൾക്ക് ടിക്കറ്റ് എടുത്താൽ 15 മിനിറ്റ് നേരമുണ്ട്. അങ്ങനെ 15 മിനിറ്റ് ആവുന്നത് വരെ നമ്മുടെ അവിടെ കുറ്റി അടിച്ചിരുന്നേ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഗ്രോസറി എടുക്കാൻ വേണ്ടി പോയി. ഇങ്ങനെയുള്ള ഐറ്റംസ് എടുക്കുന്നതിൻ്റെ അവിടെ നമ്മുടെ തനുക്കുട്ടി ഇറങ്ങി നടക്കേയില്ല കേട്ടോ. അതിനകത്ത് തന്നെ ഇരിക്കും, നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടനാണ് സാധനങ്ങൾ സാധാരണ എല്ലാ വീട്ടിലുള്ള ഐറ്റംസ് എല്ലാം നോക്കിയെടുക്കുന്ന, വിലയൊക്കെ നോക്കി അതിൻ്റെ ഡിസ്കൗണ്ടൊക്കെ നോക്കി കറക്റ്റായിട്ട് എടുക്കാൻ അറിയാം കേട്ടോ. ഞാൻ പിന്നെ ഓരോന്ന് തുണികളും നമ്മുടെ ഡ്രസ്സ് ഐറ്റംസാണ് ഞാൻ കൂടുതൽ തപ്പിപ്പിടിച്ചെടുക്കുന്നത്. ബെഡ്ഷീറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ്. ബെഡ്ഷീറ്റൊക്കെ നോക്കിയെങ്കിലും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ 1-2 മാറ്റ്, പിന്നെ അവിടെ കണ്ട ടിഫിൻ ബോക്സ്, ഇതെല്ലാം നോക്കി വേറെ ഒരു പ്രത്യേകിച്ച് വലിയ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന ജാറ് വാങ്ങി അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് നമ്മുടെ പൊട്ടുന്ന കുപ്പി നോക്കി നടക്കുകയായിരുന്നു കേട്ടോ. സാധാരണ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ ഇട്ടുകൂടാന്നൊക്കെ അല്ലേ പറയുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ അച്ചാർ ഇതുവരെ ആയിട്ട് 1-2 ഒക്കെ കുപ്പിയിൽ മാറ്റി. അപ്പോൾ വേറെ ഇനി ഒരു ഐറ്റം മാറ്റാനുണ്ട്. അപ്പോൾ അതും കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊട്ടുന്ന ജാറ് വാങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാത്തുകുട്ടിക്ക് ഈ ഒരു ഐറ്റത്തിൽ കയറണം. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് ഒരു ഐറ്റമേ പറ്റുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ തനുക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞേ. എന്തോ എനിക്കൊരു പേടിയായിരുന്നു കേട്ടോ തനുക്കുട്ടി അതിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കാത്തുകുട്ടി അതിൽ കയറി നിന്നപ്പോഴാണ് കേട്ടോ ഭയങ്കര ഒരു എന്തോ ആദ്യം ഭയങ്കര പേടിയായിരുന്നു. അമ്മ പൊട്ടുമോ അമ്മ എന്നൊക്കെ കേട്ടിട്ട്. പിന്നെ പൊട്ടുമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചിരിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വയറ് നിറയെ ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പാനിപൂരി വാങ്ങിച്ചു, പിന്നെ പിസ്സ വാങ്ങി. എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും കഴിച്ച് നോക്കിയപ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെയും കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ചേട്ടനെ നോക്കിയിരിക്കുന്നു.